ചാവറ. കുര്യാക്കോസ് ഏലിയാസ് ചാവറ ഏത് വർഷത്തിലാണ് ജനിച്ചത്? 1805 ഫെബ്രുവരി 10. കുര്യാക്കോസ് ഏലിയാസ് ചാവറ ഏത് വർഷത്തിലാണ് ജനിച്ചത്? 1805 ഫെബ്രുവരി 10. കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ ജന്മസ്ഥലം കൈനകര, ആലപ്പുഴ. കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ ജന്മസ്ഥലം കൈനകര, ആലപ്പുഴ. ചാവറ അച്ഛൻ ഏത് വർഷത്തിലാണ് പുരോഹിതനായത്? 1829 നവംബർ 29. ചാവറ അച്ഛൻ ഏത് വർഷത്തിലാണ് പുരോഹിതനായത്? 1829 നവംബർ 29. കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പിതാവിന്റെ പേര് കുര്യാക്കോസ്, മാതാവിന്റെ പേര് മറിയം. കുര്യാക്കോസ് ഏലിയാസ് ചാവറ ഏത് വർഷത്തിലാണ് അന്തരിച്ചത്? 1871 ജനുവരി 3 കൂനമാവ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ ഏത് വർഷത്തിലാണ് അന്തരിച്ചത്? 1871 ജനുവരി 3 കൂനമാവ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ സ്ഥാപിച്ച മതസംഘം കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ സ്ഥാപിച്ച മതസംഘം കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ്, CMI. CMI സ്ഥാപിതമായ വർഷം 1831. CMI സ്ഥാപിതമായ വർഷം 1831. അച്ചടിയുമായി ബന്ധപ്പെട്ട വാഴത്തട് വിപ്ലവം ആരുടേതാണ്? ചാവറയച്ചൻ. അച്ചടിയുമായി ബന്ധപ്പെട്ട വാഴത്തട് വിപ്ലവം ആരുടേതാണ്? ചാവറയച്ചൻ. ചാവറയച്ചൻ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സ്വദേശീയ സന്യാസ സംഘം CMI, കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ്. ചാവറയച്ചൻ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സ്വദേശീയ സന്യാസ സംഘം CMI. സ്ത്രീകൾക്കായി ആരംഭിച്ച സന്യാസ സഭ CMC. സ്ത്രീകൾക്കായി ആരംഭിച്ച സന്യാസ സഭ CMC. കേരളത്തിലെ ആദ്യ സാധാരണ വിദ്യാഭ്യാസം ആരംഭിച്ചത് ആര്? ചാവറയച്ചൻ. പള്ളിക്കൂടം എന്ന ആശയം. കേരളത്തിലെ ആദ്യ സാധാരണ വിദ്യാഭ്യാസം ആരംഭിച്ചത് ആര്? ചാവറയച്ചൻ. പള്ളിക്കൂടം എന്ന ആശയം. എല്ലാ പള്ളിക്കും ഒരു പള്ളിക്കൂടം എന്ന ആശയം അവതരിപ്പിച്ചതാര്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. എല്ലാ പള്ളിക്കും ഒരു പള്ളിക്കൂടം എന്ന ആശയം അവതരിപ്പിച്ചതാര്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കേരളത്തിലെ ആദ്യ പ്രിന്റിംഗ് പ്രസ് ആരംഭിച്ചതാര്? ചാവറയച്ചൻ. കേരളത്തിലെ ആദ്യ പ്രിന്റിംഗ് പ്രസ് ആരംഭിച്ചതാര്? ചാവറയച്ചൻ. സെന്റ് ജോസഫ് പ്രസ്, മാനാനം. സെന്റ് ജോസഫ് പ്രസ്, മാനാനം. സെന്റ് ജോസഫ് പ്രസിൽ അച്ചടിച്ച ആദ്യ പുസ്തകം ജ്ഞാനപീയൂഷം. സെന്റ് ജോസഫ് പ്രസിൽ അച്ചടിച്ച ആദ്യ പുസ്തകം ജ്ഞാനപീയൂഷം. ദേവദാസൻ, കാലത്തിനു മുന്നേ നടന്ന നവോത്ഥാന നായകൻ, കേരള സാക്ഷരതയുടെ പിതാവ്, അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നെല്ലാം അറിയപ്പെട്ടത് ചാവറയച്ചൻ. ദേവദാസൻ, കാലത്തിനു മുന്നേ നടന്ന നവോത്ഥാന നായകൻ, കേരള സാക്ഷരതയുടെ പിതാവ്, അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നെല്ലാം അറിയപ്പെട്ടത് ചാവറയച്ചൻ. പിടിയേരി സമ്പ്രദായം ചാവറയച്ചൻ. പിടിയേരി സമ്പ്രദായം ചാവറയച്ചൻ. ആദ്യ കത്തോലിക്ക പ്രസ് മണ്ണാനത്തിന്റെ വേറിട്ടാസ് പ്രസ് 1844. ആദ്യ കത്തോലിക്ക പ്രസ് മണ്ണാനത്തിന്റെ വേറിട്ടാസ് പ്രസ് 1844. കേരളത്തിലെ ആദ്യ മാഗസിൻ പ്രസിദ്ധീകരിച്ചത് നസ്രാണി ദീപിക, ചാവറയുടെ പ്രിന്റിംഗ് ആശയത്തിന്റെ ഫലമായി 1887 സെന്റ് ജോസഫ് പ്രസിൽ നിന്നും. കേരളത്തിലെ ആദ്യ മാഗസിൻ പ്രസിദ്ധീകരിച്ചത് നസ്രാണി ദീപിക, ചാവറയുടെ പ്രിന്റിംഗ് ആശയത്തിന്റെ ഫലമായി 1887 സെന്റ് ജോസഫ് പ്രസിൽ നിന്നും. പ്രത്യേക കുട്ടികൾക്കായി ആദ്യ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയതാര്? ചാവറയച്ചൻ. പ്രത്യേക കുട്ടികൾക്കായി ആദ്യ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയതാര്? ചാവറയച്ചൻ. അമലോദ്ഭവ ദാസസംഘം സ്ഥാപിച്ചതാര്? ചാവറയച്ചൻ. അമലോദ്ഭവ ദാസസംഘം സ്ഥാപിച്ചതാര്? ചാവറയച്ചൻ. അന്തിമ ശുശ്രൂഷ സംഘങ്ങൾ സംഘടിപ്പിച്ചതാര്? ചാവറയച്ചൻ. ദരിദ്രർക്ക് അന്തിമ ശുശ്രൂഷ സംഘങ്ങൾ സംഘടിപ്പിച്ചതാര്? ചാവറയച്ചൻ. ചാവറയുടെ ആത്മകഥയുടെ പേര് ആത്മകഥ. ചാവറയുടെ ആത്മകഥയുടെ പേര് ആത്മകഥ. പ്രസിദ്ധമായ എഴുത്തുകൾ: ആത്മകഥ, ധ്യാന സല്ലാപങ്ങൾ, നാൾപുതുവൽ, മനസാന്തര പുസ്തകം, അനസ്തൂഷ്യയുടെ രക്തസാക്ഷ്യം. വിശുദ്ധനായി പ്രഖ്യാപിച്ചതാര്? പോപ്പ് ഫ്രാൻസിസ്. വിശുദ്ധനായി പ്രഖ്യാപിച്ചതാര്? പോപ്പ് ഫ്രാൻസിസ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രശസ്ത വിളിപ്പേര് ചരിതങ്ങളുടെ ഗുരു. കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രശസ്ത വിളിപ്പേര് ചരിതങ്ങളുടെ ഗുരു. സാക്ഷരതയുടെ പിതാവ് ചാവറയച്ചൻ. സാക്ഷരതയുടെ പിതാവ് ചാവറയച്ചൻ. കേരളത്തിലെ ആദ്യ കത്തോലിക്ക സംസ്കൃത സ്കൂൾ മാനാനത്തും കൂനമാവിലും. കേരളത്തിലെ ആദ്യ കത്തോലിക്ക സംസ്കൃത സ്കൂൾ മാനാനത്തും കൂനമാവിലും. ഓരോ പള്ളിക്കുമൊപ്പം ഓരോ പള്ളിക്കുടം എന്ന ആശയം ചാവറയച്ചൻ. ഓരോ പള്ളിക്കുമൊപ്പം ഓരോ പള്ളിക്കുടം എന്ന ആശയം ചാവറയച്ചൻ. കേരളത്തിലെ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കേരളത്തിലെ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ആദ്യ മലയാളി ആത്മകഥാകൃത്തുകളിൽ ഒരാളാര്? ചാവറയച്ചൻ. ആദ്യ മലയാളി ആത്മകഥാകൃത്തുകളിൽ ഒരാളാര്? ചാവറയച്ചൻ. CMIയുടെ പ്രധാന ആസ്ഥാനം മന്നാനം. CMIയുടെ പ്രധാന ആസ്ഥാനം മാനാനം. പാമ്പാടി ജോൺ ജോസഫ്. പാമ്പാടി ജോൺ ജോസഫ് ജനിച്ചത് 1887 നവംബർ 8. പാമ്പാടി ജോൺ ജോസഫ് ജനിച്ചത് 1887 നവംബർ 8. പാമ്പാടി ജോൺ ജോസഫിന്റെ ജന്മസ്ഥലം കോട്ടയം ജില്ല.
പാമ്പാടി ജോൺ ജോസഫിന്റെ ജനനസ്ഥലം കോട്ടയം ജില്ല. പാമ്പാടി ജോൺ ജോസഫ് മരിച്ചത് 1940 ജൂലൈ 25. പാമ്പാടി ജോൺ ജോസഫ് മരിച്ചത് 1940 ജൂലൈ 25. പാമ്പാടി ജോൺ ജോസഫ് ഏത് സമുദായത്തിന്റെ നേതാവായിരുന്നു? ദളിത് പുലയ സമുദായം. പാമ്പാടി ജോൺ ജോസഫ് ഏത് സമുദായത്തിന്റെ നേതാവായിരുന്നു? ദളിത് പുലയ സമുദായം. പാമ്പാടി ജോൺ ജോസഫ് ഏത് പുനരുദ്ധാരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായിരുന്നു? അഭിനവ കാരുണ്യ യോഗം. പാമ്പാടി ജോൺ ജോസഫ് ഏത് പുനരുദ്ധാരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായിരുന്നു? അഭിനവ കാരുണ്യ യോഗം. അഭിനവ കാരുണ്യ യോഗം സ്ഥാപിച്ചത് ഏത് വർഷം? 1914. അഭിനവ കാരുണ്യ യോഗം സ്ഥാപിച്ചത് ഏത് വർഷം? 1914. ദളിതരുടെ അവകാശങ്ങൾക്കായി നടത്തിയ പ്രശസ്ത പ്രസ്ഥാനം ആത്മസംരക്ഷണ പ്രസ്ഥാനം. ദളിതരുടെ അവകാശങ്ങൾക്കായി നടത്തിയ പ്രശസ്ത പ്രസ്ഥാനം ആത്മസംരക്ഷണ പ്രസ്ഥാനം. പാമ്പാടി ജോൺ ജോസഫിന്റെ പ്രശസ്ത ഗ്രന്ഥം ആത്മവിജയം. പാമ്പാടി ജോൺ ജോസഫിന്റെ പ്രശസ്ത ഗ്രന്ഥം ആത്മവിജയം. പാമ്പാടി ജോൺ ജോസഫിന്റെ മറ്റൊരു പ്രധാന കൃതി പ്രബോധജനനി. പാമ്പാടി ജോൺ ജോസഫിന്റെ മറ്റൊരു പ്രധാന കൃതി പ്രബോധജനനി. പാമ്പാടി ജോൺ ജോസഫ് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച മേഖല ദളിതോന്നമനം, വിദ്യാഭ്യാസം, സ്വാഭിമാനം. പാമ്പാടി ജോൺ ജോസഫ് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച മേഖല ദളിതോന്നമനം, വിദ്യാഭ്യാസം, സ്വാഭിമാനം. 1921 തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫ്. 1921 തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫ്. തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ ആദ്യ സെക്രട്ടറി പാമ്പാടി ജോൺ ജോസഫ്. തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ ആദ്യ സെക്രട്ടറി പാമ്പാടി ജോൺ ജോസഫ്. ഗോത്രപരമായി സംഘടിക്കൂ, മതപരമായല്ല എന്ന മുദ്രാവാക്യം ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചേരമർ മഹാസഭ. ഗോത്രപരമായി സംഘടിക്കൂ, മതപരമായല്ല എന്ന മുദ്രാവാക്യം ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചേരമർ മഹാസഭ. സാധുജന ദൂതൻ എന്ന പ്രസിദ്ധീകരണം പാമ്പാടി ജോൺ ജോസഫ്. സാധുജന ദൂതൻ എന്ന പ്രസിദ്ധീകരണം പാമ്പാടി ജോൺ ജോസഫ്. ചെറുമ ബോയ്, സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും എന്നീ കൃതികളുടെ രചയിതാവ് പാമ്പാടി ജോൺ ജോസഫ്. ചെറുമ ബോയ്, സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും എന്നീ കൃതികളുടെ രചയിതാവ് പാമ്പാടി ജോൺ ജോസഫ്. അധ്യാപക ജോലി ഉപേക്ഷിച്ച് സൈന്യത്തിൽ ചേർന്നത് പാമ്പാടി ജോൺ ജോസഫ്. അധ്യാപക ജോലി ഉപേക്ഷിച്ച് സൈന്യത്തിൽ ചേർന്നത് പാമ്പാടി ജോൺ ജോസഫ്. വിദ്യാഭ്യാസം ഏറ്റവും ശക്തമായി പ്രാധാന്യമർപ്പിച്ച ദളിത് നേതാവ് ആര്? പാമ്പാടി ജോൺ ജോസഫ്. വിദ്യാഭ്യാസം ഏറ്റവും ശക്തമായി പ്രാധാന്യമർപ്പിച്ച ദളിത് നേതാവ് ആര്? പാമ്പാടി ജോൺ ജോസഫ്. ദളിത് ക്രിസ്ത്യാനികളുടെ അവകാശങ്ങൾക്കായി ബ്രിട്ടീഷ് പാർലമെന്റിന് പാമ്പാടി ജോൺ ജോസഫ് നിവേദനം സമർപ്പിച്ചത് 1935. ദളിത് ക്രിസ്ത്യാനികളുടെ അവകാശങ്ങൾക്കായി ബ്രിട്ടീഷ് പാർലമെന്റിന് പാമ്പാടി ജോൺ ജോസഫ് നിവേദനം സമർപ്പിച്ചത് 1935. പാമ്പാടി ജോൺ ജോസഫ് ഏത് മതവിഭാഗത്തിലേക്കാണ് പെട്ടിരുന്നത്? ക്രിസ്ത്യൻ, പുലയ, ചേരമർ വിഭാഗം. പാമ്പാടി ജോൺ ജോസഫ് ഏത് മതവിഭാഗത്തിലാണ് പെട്ടിരുന്നത്? ക്രിസ്ത്യൻ, പുലയ, ചേരമർ വിഭാഗം. പാമ്പാടി ജോൺ ജോസഫിന്റെ ആദ്യകാല നാമം ഔസേപ്പ്. പാമ്പാടി ജോൺ ജോസഫിന്റെ ആദ്യകാല നാമം ഔസേപ്പ്. പൊയ്കയിൽ യോഹന്നാൻ. പൊയ്കയിൽ യോഹന്നാൻ ജനിച്ചത് 1879 ജൂൺ 23. പൊയ്കയിൽ യോഹന്നാൻ ജനിച്ചത് 1879 ജൂൺ 23. ജനനസ്ഥലം എരുമേലി, കോട്ടയം. ജനനസ്ഥലം എരുമേലി, കോട്ടയം. മരണവർഷം 1939 ജൂൺ 28. മരണവർഷം 1939 ജൂൺ 28. പൊയ്കയിൽ യോഹന്നാൻ ഏത് പേരിൽ അറിയപ്പെടുന്നു? കുമാരഗുരുദേവൻ. പൊയ്കയിൽ യോഹന്നാൻ ഏത് പേരിൽ അറിയപ്പെടുന്നു? കുമാരഗുരുദേവൻ. അദ്ദേഹം ഏത് സമുദായ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു? ദളിത്. അദ്ദേഹം ഏത് സമുദായ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു? ദളിത്. അദ്ദേഹത്തിന്റെ സന്ദേശം ഏത് കൂട്ടർക്ക് പ്രത്യേകമായിരുന്നു? പെരിയർ സമൂഹം, ദളിതർ. അദ്ദേഹത്തിന്റെ സന്ദേശം ഏത് കൂട്ടർക്ക് പ്രത്യേകമായിരുന്നു? പെരിയർ സമൂഹം, ദളിതർ. പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ച സംഘടന പുലയ മഹാസഭ. പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ച സംഘടന പുലയ മഹാസഭ. പുലയ മഹാസഭയുടെ സ്ഥാപനം ഏത് വർഷം? 1910. പുലയ മഹാസഭയുടെ സ്ഥാപനം ഏത് വർഷം? 1910. പൊയ്കയിൽ യോഹന്നാൻ യഥാർത്ഥ പേര് കുമാരൻ. പൊയ്കയിൽ യോഹന്നാൻ യഥാർത്ഥ പേര് കുമാരൻ. തിരുവിതാംകൂറിൽ ദളിതർക്കായി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിച്ചു. തിരുവിതാംകൂറിൽ ദളിതർക്കായി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിച്ചു. പുലയൻ മത്തായി എന്നറിയപ്പെട്ടത് പൊയ്കയിൽ യോഹന്നാൻ. പുലയൻ മത്തായി എന്നറിയപ്പെട്ടത് പൊയ്കയിൽ യോഹന്നാൻ. പൊയ്കയിൽ യോഹന്നാൻ ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് നെയ്യാറ്റിൻകര. പൊയ്കയിൽ യോഹന്നാൻ ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് നെയ്യാറ്റിൻകര. പിന്നീട് അദ്ദേഹം ആരംഭിച്ച ആത്മീയ സാമൂഹിക പ്രസ്ഥാനം പ്രഭു ഉപാസന സമാജം. പിന്നീട് അദ്ദേഹം ആരംഭിച്ച ആത്മീയ സാമൂഹിക പ്രസ്ഥാനം പ്രഭു ഉപാസന സമാജം. പ്രസിദ്ധമായ ആരാധനാരൂപം പ്രഭു ഉപാസന, സ്പിരിറ്റ് സെന്റേർഡ് വർഷിപ്പ്. പ്രസിദ്ധമായ ആരാധനാരൂപം പ്രഭു ഉപാസന. പൊയ്കയിൽ യോഹന്നാൻ എഴുതിയ കവിതാ സമാഹാരം ശരണ്യ ഗീതങ്ങൾ, സോങ്സ് ഓഫ് റിഡംഷൻ. പൊയ്കയിൽ യോഹന്നാൻ എഴുതിയ കവിതാ സമാഹാരം ശരണ്യ ഗീതങ്ങൾ.
അടിമവർഗത്തിന്റെ ദുഃഖചരിത്രം തന്റെ കവിതകളിൽ അവതരിപ്പിച്ച നേതാവാറ് പൊയ്കയിൽ യോഹന്നാൻ. അടിമവർഗത്തിന്റെ ദുഃഖചരിത്രം തന്റെ കവിതകളിൽ അവതരിപ്പിച്ച നേതാവാറ് പൊയ്കയിൽ യോഹന്നാൻ. അടിമചരിത്രത്തിന്റെ കവി എന്നറിയപ്പെടുന്നതാറ് പൊയ്കയിൽ യോഹന്നാൻ. അടിമചരിത്രത്തിന്റെ കവി എന്നറിയപ്പെടുന്നതാറ് പൊയ്കയിൽ യോഹന്നാൻ. പൊയ്കയിൽ യോഹന്നാൻ ഏതെല്ലാം സാമൂഹിക പ്രശ്നങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു? അടിമത്തം, ചൂഷണം, സ്പർശനവിലക്ക്, സാമൂഹ്യ അനീതി. പൊയ്കയിൽ യോഹന്നാൻ ഏതെല്ലാം സാമൂഹിക പ്രശ്നങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു? അടിമത്തം, ചൂഷണം, സ്പർശനവിലക്ക്, സാമൂഹ്യ അനീതി. അടിമകളുടെ യഥാർത്ഥ ചരിത്രം രേഖപ്പെടുത്താൻ ശ്രമിച്ച വ്യക്തിയാര്? പൊയ്കയിൽ യോഹന്നാൻ. അടിമകളുടെ യഥാർത്ഥ ചരിത്രം രേഖപ്പെടുത്താൻ ശ്രമിച്ച വ്യക്തിയാര്? പൊയ്കയിൽ യോഹന്നാൻ. പൊയ്കയിൽ യോഹന്നാൻ ഏതു പേരിലാണ് ആദരവോടെ വിളിക്കപ്പെടുന്നത്? അപ്പച്ചൻ കുമാരഗുരുദേവൻ. പൊയ്കയിൽ യോഹന്നാൻ ഏതു പേരിലാണ് ആദരവോടെ വിളിക്കപ്പെടുന്നത്? അപ്പച്ചൻ കുമാരഗുരുദേവൻ. പ്രഭു ഉപാസന എന്ന ആശയം അവതരിപ്പിച്ചതാര്? പൊയ്കയിൽ യോഹന്നാൻ. പ്രഭു ഉപാസന എന്ന ആശയം അവതരിപ്പിച്ചതാര്? പൊയ്കയിൽ യോഹന്നാൻ. ദളിത് ആത്മീയ നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ വ്യക്തി? പൊയ്കയിൽ യോഹന്നാൻ. ദളിത് ആത്മീയ നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ വ്യക്തി? പൊയ്കയിൽ യോഹന്നാൻ. ശരണ്യഗീതങ്ങൾ ആരുടെ കൃതിയാണ്? പൊയ്കയിൽ യോഹന്നാൻ. ശരണ്യഗീതങ്ങൾ ആരുടെ കൃതിയാണ്? പൊയ്കയിൽ യോഹന്നാൻ. ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ചത്? പൊയ്കയിൽ യോഹന്നാൻ. ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ചത്? പൊയ്കയിൽ യോഹന്നാൻ. വാകത്താനം ലഹളയുടെ നേതാവ്? പൊയ്കയിൽ യോഹന്നാൻ. വാകത്താനം ലഹളയുടെ നേതാവ്? പൊയ്കയിൽ യോഹന്നാൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ PRDS 1909 സ്ഥാപിച്ചത്? പൊയ്കയിൽ യോഹന്നാൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ 1909 സ്ഥാപിച്ചത്? പൊയ്കയിൽ യോഹന്നാൻ. PRDSന്റെ മുഖപത്രം ആദിയാർ ദീപം. PRDSന്റെ മുഖപത്രം ആദിയാർ ദീപം. പൊയ്കയിൽ യോഹന്നാൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് 1921, 1931. പൊയ്കയിൽ യോഹന്നാൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് 1921, 1931. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് സമാധാന ജാഥ മാരംകുളത്തു നിന്നും കുളത്തൂർ കുന്നുവരെ നയിച്ചത്? പൊയ്കയിൽ യോഹന്നാൻ. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് സമാധാന ജാഥ മാരംകുളത്തു നിന്നും കുളത്തൂർ കുന്നുവരെ നയിച്ചത്? പൊയ്കയിൽ യോഹന്നാൻ. പൊയ്കയിൽ യോഹന്നാന്റെ കവിതാ സമാഹാരം രത്നമണികൾ. പൊയ്കയിൽ യോഹന്നാന്റെ കവിതാ സമാഹാരം രത്നമണികൾ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം ഇരവിപേരൂർ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം ഇരവിപേരൂർ. മുണ്ടക്കയം ലഹളയുടെ നേതാവ്? പൊയ്കയിൽ യോഹന്നാൻ. മുണ്ടക്കയം ലഹളയുടെ നേതാവ്? പൊയ്കയിൽ യോഹന്നാൻ. അടിമലഹള, മംഗളം ലഹള. കേരള നെപ്പോളിയൻ എന്നറിയപ്പെട്ടത്? പൊയ്കയിൽ യോഹന്നാൻ. കേരള നെപ്പോളിയൻ എന്നറിയപ്പെട്ടത്? പൊയ്കയിൽ യോഹന്നാൻ. താങ്ക് യു.